ഗുഡ് മോർണിംഗ് ഓൾ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒറിഫേസ് പ്ലേറ്റ്. ഓക്കെ, ഈ അധികം നമുക്കിനി പഠിക്കാനുള്ള ഒറിഫേസ് പ്ലേസ്, നോട്ടിൽ പ്ലേസ്, വെഞ്ചർ ട്യൂബ്, ഇതെല്ലാം എന്ന് വെച്ചപ്പോൾ നമ്മൾ പഠിച്ച പോലെ ഫ്ലോ ട്രാൻസ്ഡ്യൂസറാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്ലോ ട്രാൻസ്ഡ്യൂസർ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഡിഫറൻഷ്യൽ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു, പ്രഷർ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഫ്ലോ ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ് ഈ ഒറിഫേസ് പ്ലേറ്റ്. Okay, so it's a device used for measuring flow rate, for reducing pressure, for restrictive flow. അതായത് ഇപ്പോൾ ഒരു പൈപ്പിലൂടെ ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലോ ചെയ്യുന്ന, അതായത് ഫ്ലോയുടെ റേറ്റ് ഒരു ടൈമിൽ എത്ര ഇതാണ് വേഗതയിലാണ്, അതായത് എത്രയാണ് അതിൻ്റെ വെലോസിറ്റി, അത് ഫ്ലോ റേറ്റ്, അതുപോലെ തന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കുറയും. അപ്പോൾ വെലോസിറ്റി കൂട്ടിയിട്ട് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ഫ്ലോ, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ വെലോസിറ്റി കുറക്കുക, ഫ്ലോയുടെ ആ ഒരു റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് ഒറിഫേസ് പ്ലേറ്റ്. അതായത് നമ്മൾ സാധാരണ ഈ ഒറിഫേസ് പ്ലേറ്റ് എന്ന് വെച്ചാൽ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഇത്രയും ഏരിയ പോവുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ഇതിലാവുമ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ പ്രഷറും വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ വെലോസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫ്ലോ റേറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഈ പ്ലേറ്റ്. ഒറിഫേസ് പ്ലേറ്റിന് നമുക്ക് പറയും ഒറിഫേസ് പൈപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ഒറിഫേസ് മീറ്റർ എന്ന് പറയലുണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻ പ്ലേറ്റ്, റെസ്ട്രിക്ഷൻ പൈപ്പ്, ഇതെല്ലാം പറയും. കാരണം റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്ലോയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ നമുക്കറിയാം, സാധാരണ ഈ ഒറിഫേസ് പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഒറിഫേസ് പ്ലേറ്റ് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടർ പൈപ്പ് ഇത്ര ഉണ്ട്, അതിൽ നമുക്ക് ഒറിഫേസ് പ്ലേറ്റ് വെക്കുമ്പോൾ ഈ ഒരു റൗണ്ടിലൂടെ മാത്രമാണ് റൗണ്ട്. ചിലപ്പോൾ ഇതിന് ഈ സൈസ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഒറിഫേസ് പ്ലേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു പൈപ്പാണെങ്കിൽ ഇങ്ങനെയാണ് ഒറിഫേസ് പ്ലേറ്റ്, നമ്മൾ CD ഇല്ല, ഒരു ഫോമില വരിക. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, അതിൻ്റെ സെൻട്രൽ എന്നല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഒറിഫേസ് പ്ലേറ്റ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സിലായിരിക്കും ഹോൾ വരുന്നത്. ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ഈ ഹോളിലൂടെയാണ് നമ്മൾ വാട്ടറിന് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒറിഫേസ് പ്ലേസ് ഇത് തിൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ഇറ്റ് വിച്ച് ഈസ് യൂസ്വലി പ്ലേസ്ഡ് ഇൻ എ പൈപ്പ്. സാധാരണ ഒരു ഹോളില്ല, ഒരു തിന്നായിട്ട് നമ്മൾ ഒരു നമുക്കറിയാം CD ഡ്രൈവൊക്കെ പോലെ നടുവിലോ റൗണ്ടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒറിഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ എന്താണ്, യൂഷ്വലി പ്ലേസ്ഡ് ഇൻ എ പൈപ്പിൻ്റെ ഉള്ളിലാണ് ഇത് വെക്കുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡോ ഗ്യാസ് ഏതെങ്കിലും പാസ് ത്രൂ ദ ഒറിഫേസ് ഈസ് പ്രഷർ ബിൽഡപ്പ്. ഇതിനെന്ത് ചെയ്യുക, പ്രഷർ കൂടും അല്ലേ. അപ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് നമ്മൾ പൈപ്പിൻ്റെ എൻഡിലൊക്കെ പ്രഷർ കൂടുതലായിരിക്കും. അതായത് പെട്ടെന്ന് പൈപ്പാണ് തുറക്കുമ്പോൾ വാട്ടർ ഒന്നാകെ അങ്ങ് വരിക ചെയ്യുന്നില്ലേ. അതായത് അവിടെ ആ ഒരു നിൽക്കുന്നൊരവസ്ഥ, അപ്പോൾ വെലോസിറ്റി കുറവായിരിക്കും മാക്സിമം പ്രഷർ ഉണ്ടാകുമ്പോൾ അല്ലേ. പിന്നെ പൈപ്പാണ് തുറക്കുമ്പോൾ എന്താ ഈ പ്രഷറാണ്ട് ആ പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരും, അപ്പോൾ വെലോസിറ്റി കൂടും. അതായത് ഇപ്പോൾ ഈ ഒരു ലിക്വിഡോ ഗ്യാസോ നമ്മൾ ഒരു ഒറിഫേസിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് പ്രഷർ ബിൽഡ്സ് അപ്പ് സ്ലൈറ്റ്ലി അപ്സ്ട്രീം ഓഫ് ദ ഒറിഫേസ്. ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി അപ്സ്ട്രീമായിട്ട് ആണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇൻ ഫ്ലൂയിഡ് ഫോഴ്സസ് ടു കവറേജ് പാസ് ത്രൂ ദ. പക്ഷേ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യാം, ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഹോളിലൂടെ പാസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇവിടെ പൈപ്പ് വെച്ചാൽ ഇവിടെ പ്രഷർ, ഈ ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആ ഹോളിലൂടെ പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഈ പൈപ്പാണെങ്കിൽ നമ്മളൊരു പൈപ്പ്, ഓക്കെ, ഈ പൈപ്പിൽ നമ്മൾ ഇവിടെയാണ് ഒറിഫേസ് പ്ലേറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തായിരിക്കും, ഇവിടെ വാട്ടർ നിൽക്കുന്നത്, ഇവിടെ മാക്സിമം പ്രഷർ ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ വരുമ്പോൾ എന്താ, ഇങ്ങനെ ഈ ഹോളിലൂടെ പോകുമ്പോൾ ഈ പ്രഷർ കുറയും. ഇവിടെ പ്രഷർ കുറയുമ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി ഹൈയും പ്രഷർ ലോ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, സോ വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് ഫ്ലൂയിഡ് പ്രഷർ ഡിക്രീസസ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഫ്ലോ ട്രാൻസ്ഡ്യൂസറാണ്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് മേ ബി ഇൻസ്റ്റാൾഡ് പൈപ്പ് വിത്തിൻ എ മിനിമൽ ട്രബിൾ ആൻഡ് എക്സ്പെൻസ്. ഇത് ഈ ഒരു ഫസ്റ്റ് പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പൈപ്പിൽ ഒരു എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇൻബിൽട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്.
ആൻഡ് ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കമ്പയറബിൾ ടു വെഞ്ചുറിമീറ്ററും ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലോയുടെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചീപ്പാണ് ഈ ഒറിഫേസ് പ്ലേറ്റ്. ഓക്കെ, സാധാരണ എന്ന് വെച്ചാൽ ഒറിഫേസ് പ്ലേറ്റ് 0.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആണെങ്കിൽ അതിൻ്റെ പകുതി ആണ് എന്തുണ്ടാവുക, ഒറിഫേസ് പ്ലേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 മീറ്റർ ആണെങ്കിൽ ഈ ഒറിഫേസ് പ്ലേറ്റിൻ്റെ ഇതിലെന്ന് വെച്ചാൽ 1 മീറ്റർ, അതായത് 0.5 ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് 0.5 ടൈംസ് എന്ന് വെച്ചാൽ പകുതി അല്ലേ. ഡയമീറ്ററുടെ 2 ആണെങ്കിൽ എന്തായിരിക്കും, 0.5 ഇൻറ്റു 2 ആയിരിക്കും, അതായത് 1 ആയിരിക്കും എന്ത് ഒറിഫേസ് പ്ലേറ്റ് വരിക. 0.5 ടൈംസ് ആണെങ്കിൽ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ 0.5, 0.4 മുതൽ 0.8 വരെ വരിക. കറക്റ്റ് ഹാഫ് ആണെന്നില്ല, കൂടിയും കുറഞ്ഞും വരാം ഒറിഫേസ് പ്ലേറ്റ്. നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. ഇതാണ് ഈ ഒറിഫേസ് പ്ലേറ്റ്. ഇവിടെ നോക്കുക, കണ്ടില്ലേ. ഇപ്പോൾ നമ്മളിതിവിടെ സീരീസ് ആ റൗണ്ടിലാണ്, പക്ഷേ ഇത് ഇങ്ങനെയാണ് കാണുന്നത്. ഒരു സൈഡ് നമ്മൾ ഒരു കട്ട് ചെയ്ത ഭാഗമാണ്. ഇപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഈ ഒറിഫേസ് പ്ലേറ്റ് വരുന്നത്. ഈ ഒറിഫേസ് പ്ലേറ്റ് വരുമ്പോൾ ഈ ഒരു സ്റ്റീം ലൈൻ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് ഫ്ലോ ആണ് ഇതിലൊക്കെ നമ്മൾ ഇതിനെ ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ചേഞ്ച് ഇൻ ഡെൻസിറ്റി 0 ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ ചില ഈ ഒരു കേസിൽ അത് സ്ട്രീം ലൈൻ ഫ്ലോ ഒരേ ലെവലിലായിട്ടുള്ള ഫ്ലോ ആണിത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് ഒറിഫേസ് പ്ലേറ്റ്. ഇത് നട്ട്സൊക്കെ അത് സ്റ്റെഡൊക്കെ ആ ഒറിഫേസ് പ്ലേറ്റ് ഇത് പൈപ്പാണ്. ആ പൈപ്പിൻ്റെ വാളിലേക്ക് എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത് ഉള്ളിലേക്ക് ഒറിഫേസ് പ്ലേറ്റ് വെക്കുന്നത് ഒരു ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഈ വീന കോൺട്രാക്റ്റ് എന്നുള്ള ഒരു ഇതുണ്ടാവും. വീന കോൺട്രാക്റ്റ് എന്നുള്ള പ്ലേസ് നമുക്കറിയാം മാക്സിമം കൺസ്ട്രക്ഷൻ വരുന്നത്, അതായത് ഏറ്റവും മാക്സിമം അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്താ ഫ്ലോ ഒരു ചെറിയ ഹോളിലൂടെ മാത്രമാണ് പോകുന്നില്ലേ. അങ്ങനെ മാക്സിമം സ്പേസ് കൺസ്ട്രക്റ്റഡ് പ്ലേസ് ആണ് ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീന കോൺട്രാക്റ്റ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ദ പോയിന്റ് വേ ദ ഫ്ലൂയിഡ് ഫ്ലോ പ്രൊഫൈൽ കൺസ്ട്രിക്റ്റ് എ മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ. അതായത് ഒരു ഫ്ലൂയിഡ് നമ്മൾ ഒറിഫേസ് പ്ലേറ്റിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയയാണ് എന്ത് പറയുന്നത്, ഒറിഫേസ് മിനിമൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആഫ്റ്റർ ഫ്ലോയിങ് ത്രൂ ദ ഒറിഫേസ് ഈസ് കോൾഡ് വീന കോൺട്രാക്റ്റ്. അതായത് ഈ ഒറിഫേസിലൂടെ പോകുമ്പോഴുള്ള ഇതാണ് ഒറിഫേസ്. ഇതിലൂടെ പോകുമ്പോഴുള്ള മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ, ഇതിലൊരു ഏറ്റവും ചെറിയ ഹോൾ, അതായത് ഏറ്റവും ചെറിയ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ ഒറിഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിഫേസിലൂടെ നമുക്കറിയാം നമ്മൾ ചെറിയൊരു ബോട്ടിലാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇതിലൂടെ പോകുമ്പോൾ വെലോസിറ്റി ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ പ്രഷർ മിനിമം ആയിരിക്കും. ഒറിഫേസ് പ്ലേറ്റിലൂടെ നമ്മൾ ചെറിയൊരു ഹോൾ കൂടെ വാട്ടർ പോകുമ്പോൾ എന്തായിരിക്കും, വലിയ ഹോളിലൂടെ പോകുന്നതിനേക്കാളും പെട്ടെന്ന് അങ്ങ് പോകില്ല, വെലോസിറ്റി ഹൈ ആയിരിക്കും, ഫ്ലൂയിഡ് പ്രഷർ കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളെ ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ ഒരു നാരോ ത്രോട്ടാണ് ഒറിഫേസ് പ്ലേറ്റ് വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ വീന കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിനനുസരിച്ച് ഇതാണ് ദ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് വീന കോൺട്രാക്റ്റ് ഫോർ ആൻ ഒറിഫേസ് പ്ലേറ്റ് ഇൻസ്റ്റാളേഷൻ വിൽ വേരി വിത്ത് ഫ്ലോ റേറ്റ്. ഈ വീന കോൺട്രാക്റ്റ് എവിടെയാണ് നമുക്ക് ആ ഒരു ഏരിയ ഡിസൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഒറിഫേസിൻ്റെ ഫ്ലോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീന കോൺട്രാക്റ്റ് ഇവിടെ ആണെങ്കിൽ ഇതിലൂടെയുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യാം, മുകളിലാണെങ്കിൽ മുകളിലൂടെയുള്ള ഫ്ലോ, സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററിലൂടെയുള്ള ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീന കോൺട്രാക്റ്റിയുടെ പ്ലേസ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബീറ്റ റേഷ്യോ അതിൻ്റെ ഈ ഫ്ലോ റേറ്റ് ഓഫ് ആൻ ഒറിഫേസ് പ്ലേറ്റ് ഡിഫൈൻ ദ റേഷ്യോ ഓഫ് ദ ബോർ ഡയമീറ്റർ ടു ദി ഇൻസൈഡ് പൈപ്പ് ഡയമീറ്റർ. ഇതെന്ന് വെച്ചാൽ പൈപ്പ് ഡയമീറ്ററാണ്. ഇതെന്താണ് ഈ ഒറിഫേസ്, അതായത് വീന കോൺട്രാക്റ്റയുടെ ഈ ഒറിഫേസിൻ്റെ ഹോളിൻ്റെ ഡയമീറ്ററാണ് സ്മോൾ ഡി, പൈപ്പിൻ്റെ ഡയമീറ്ററാണ് ക്യാപിറ്റൽ ഡി. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ബീറ്റ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് നമുക്ക് ഫ്ലോ റേറ്റാണിത്. ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ D/D ആണ്. അതായത് ഈ ഹോളിൽ നമ്മൾ ഈ
ഈ ഒരു ഒറിഫേസ് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ പൈപ്പിൻ്റെ ഡയമീറ്ററാണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലോ റേറ്റിനെ പറയുന്നതാണ് ബീറ്റ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഈ ഫ്ലോ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒറിഫേസ് പ്ലേറ്റിൻ്റെ ഇത് കൂടിയാൽ എന്തൊരു പൈപ്പിൻ്റെ ഡയമീറ്റർ കൂടിയാൽ നമുക്കറിയാം ഇതിലെന്ത് ചെയ്യാം, പൈപ്പിൻ്റെ ഡയമീറ്റർ അത്രയും വെലോസിറ്റി കുറയും ഇല്ലേ, ഇവിടെയൊക്കെ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ പൈപ്പിൻ്റെ ഡയമീറ്റർ കുറഞ്ഞാൽ എന്തായിരിക്കും, വെലോസിറ്റി കൂടും. അതുപോലെ തന്നെ ഈ ഡി എന്നുള്ളതാവുമ്പോൾ എന്താകും, ഇതിൻ്റെ ഇത് ഹോള് കുറഞ്ഞാൽ എന്ത് ചെയ്യും, കുറഞ്ഞ വെലോസിറ്റി കുറയും, കൂടുമ്പോൾ എന്താവും, വെലോസിറ്റി കൂടും. അപ്പോൾ വെലോസിറ്റിയെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു ബീറ്റ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒറിഫേസ് മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. സാധാരണ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഒറിഫേസ് മീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് വെഞ്ചുറി മീറ്റർ പഠിക്കാനുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെഞ്ചുറി മീറ്ററിൻ്റെ സെയിം പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒറിഫേസ് മീറ്റർ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഈ ഒരു ആക്ച്വൽ പ്ലേസിൽ നിങ്ങൾ ഈ ഫിഗർ വരച്ചാലും മതി കേട്ടോ. ഈ ഫിഗർ അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഫിഗർ വരയ്ക്കുക. ഈ ഫിഗർ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ എന്ന് വെച്ചുമ്പോൾ ഈ ഒരു ഒറിഫേസ് മീറ്റർ എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ വിത്ത് ദാറ്റ് ഓഫ് എ വെഞ്ചുറി മീറ്ററിനോട് ഐഡൻറ്റിക്കലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഈ ഒരു റിഡക്ഷൻ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ ദി അതായത് റിഡക്ഷൻ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ ദി ഒറിഫേസ് ഇൻക്രീസസ് ദ വെലോസിറ്റി ഹെഡ്. ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കുറയുമ്പോൾ നമുക്കറിയാം എ വി എന്താണ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഏരിയ കുറയുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി ഹെഡ് കൂടും ഇല്ലേ. ഈ വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ നമുക്കറിയാം ബെർണൂലിസ് ഇക്വേഷൻ അനുസരിച്ച് വെലോസിറ്റി കൂടുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് പഠിച്ച് ബെർണൂലിസ് തിയറം എല്ലാവർക്കും ഓർമ്മയല്ലേ, എന്താണ്, പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് എലിവേഷൻ ഹെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് റോ ജി എച്ച് ആണ് പ്രഷർ ഹെഡ്, പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ആണ് വെലോസിറ്റി ഹെഡ്, പ്ലസ് എലിവേഷൻ ഹെഡ് എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷറാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റി കൂടുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി ഹെഡ് കൂടും. ഈ വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ ടോട്ടൽ പ്രഷർ എന്തായാലും കോൺസ്റ്റൻ്റ്, അപ്പോൾ പ്രഷർ ഹെഡ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ എന്തായിരിക്കും, പ്രഷർ ഹെഡ് കുറയും. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇതിലൂടെ ഈ ഒറിഫേസിൽ ഏരിയ കുറയുമ്പോൾ അതിലൂടെയല്ല വെലോസിറ്റി ഹെഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ velocity head at the expense of the pressure head and the reduction of pressure between the tap. അപ്പോൾ വെലോസിറ്റി ഹെഡും പ്രഷർ ഹെഡും എല്ലാം കൂട്ടി നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഒരു റിഡക്ഷൻ, അതായത് പ്രഷർ കുറയും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഈ ബെർണൂലിസ് ഇക്വേഷൻ ബേസ് അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതെന്ന് വെച്ചാൽ. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോയെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഒറിഫേസ് മീറ്റർ. ഒറിഫേസ് മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വെൻ ദ ഏരിയ ഓഫ് ദ ഒറിഫേസ് മീറ്റർ ഈസ് ഡിക്രീസസ് ദ വെലോസിറ്റി ഈസ് ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എ വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. വെലോസിറ്റി അതായത് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. സോ ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വെലോസിറ്റി ഹെഡ് കൂടും. നമുക്ക് അക്കോർഡിംഗ് ടു ദി ബെർണൂലിസ് പ്രിൻസിപ്പിൾ എന്താണ്, എല്ലാ ഹെഡും വെലോസിറ്റി ഹെഡ്, പ്രഷർ ഹെഡ്, എലിവേഷൻ ഹെഡ് എല്ലാം കുറച്ച്. അപ്പോൾ വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ ഈ പ്രഷർ ഹെഡ് കുറയാനുള്ള ഒരു ചാൻസ്. ഇതാണ് ഈ ബെർണൂലിസ് പ്രിൻസിപ്പിളിൻ്റെ ഒറിഫേസ് മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇത് ഒറിഫേസ് മീറ്ററിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. സോ ഒറിഫേസ് മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബെർണൂലിസ് പ്രിൻസിപ്പിൾ പ്ലസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏതൊക്കെയാണ് അതൊന്നും മാർക്ക് ചെയ്യണം. ബെർണൂലിസ് പ്രിൻസിപ്പിൾ പ്ലസ് ഏതാണ്, കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ. ബെർണൂലി പ്രിൻസിപ്പിളും കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിളും ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, എല്ലാ പ്രിൻസിപ്പിളും. ഒറിഫേസ് മാത്രമല്ല, ഇനി വെഞ്ചുറി മീറ്റർ എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുള്ള ബെർണൂലിസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിളുമാണ്. ഓക്കെ, ഇത് ഒരു പൈപ്പിലാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇതാണ് ഈ പൈപ്പിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു ഇത്രയും ഏരിയയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് വീന കോണ്ടാക്റ്റ് എന്നുള്ള ഏരിയയാണ്. മാക്സിമം ഹോള് കുറവുള്ള ഏരിയയാണ് വീന കോണ്ടാക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് കാണുന്നതിലെ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, ഒറിഫേസ് മീറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ,
അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്കറിയാം ബെർണൂലിസ് ഇക്വേഷൻ എന്താണ് പറയുന്നത്, ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ? പ്രഷർ ഹെഡ് അല്ലേ, റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ചിനാണ് ഇവിടെ, ഈ എച്ച് ഹൈറ്റിനാണ് ഇവിടെ സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം റോ എല്ലാം എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ? അത് റോ 1 ജി എച്ച് 1 പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, റോ 1 വി സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ പ്ലസ് എച്ച് സീക്വൽ ടു ആണെന്ന് പറയുന്നത് നമുക്കിത്. അപ്പോൾ റോ 1 ജി എച്ച് 1 പ്ലസ് ഇവിടെ എന്താ ഈ എച്ച് എന്നുള്ളിടത്തുനിന്ന് നമ്മൾ റോ ജി എച്ച്, ഇവിടെ പ്രഷർ ടോട്ടൽ പ്രഷറാണല്ലോ വരുന്നത്, പ്രഷർ പി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ എച്ചിൻ്റെ സ്ഥാനത്താണ് ഇവിടെ സെഡ് തന്നിട്ട്, ഈ സെഡ് എന്ന് പറയുന്നത് ഇവിടെ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതാം. ടോട്ടൽ പ്രഷർ പ്ലസ് പ്രഷർ ഹെഡ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ആണ് എന്ത്, കോൺസ്റ്റൻ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷന് ഇപ്പോൾ എല്ലാ ടേമിനെയും നമ്മൾ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ റോ ജി, അങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ റോ ജി എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പി ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് ഈ സെക്കൻഡ് റോ ജി എച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് വരിക, എച്ച് ഡിവൈഡഡ് ബൈ റോ ജി എന്ന് പറയുമ്പോൾ വെറും എച്ച് മാത്രം, പ്ലസ് റോ വരുമ്പോൾ ഹാഫ് അല്ലേ വി സ്ക്വയർ ബൈ 2 വരിക ഇൻറ്റു ജി. ഈ ഒരു കേസാണ്, അതായത് ഡിവൈഡഡ് ബൈ റോ ജി എന്നുള്ള ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സീക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് സീക്വൽ ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഇതിൽ നമുക്ക് എഴുതാം എന്താണ്, P1 പ്ലസ് റോ 1 ജി കോൺസ്റ്റൻ്റ് അല്ലേ, പ്ലസ് എച്ചിൻ്റെതാകുമ്പോൾ H1, എച്ച് ആണ് ഇവിടെ സെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ആൻഡ് V1 സ്ക്വയർ ബൈ 2G. ഇതേപോലത്തെ നമ്മൾ ഈക്വൽ ടു എന്ത് ചെയ്താൽ P2 ബൈ റോ 2G പ്ലസ് H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2G. ആ ഒരു ഇക്വേഷനാണ്, അതായത് ബെർണൂലിസ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ റോ ജി ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ. ഓക്കെ, ആ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ വെലോസിറ്റിയുടെ ടേം മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക, ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെ വരുന്നത്, ഇവിടെ P1 റോ ജി വരും പ്ലസ് Z1 വരും, പിന്നെ ഇത് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരിക, P2വും Z2നെയും ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ മൈനസ് വരും. പിന്നെ ഈക്വൽ ടു V1 സ്ക്വയർ, ഇനി V2 സ്ക്വയർ, ഈ V1 സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് V1 സ്ക്വയർ ബൈ 2G ആകും. ഓക്കെ, അതറിയില്ല. അതായത് ഈ ടേമിന് എന്ത് ചെയ്യുക, ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ V1 സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, അതേപോലെ തന്നെ P2നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, Z2നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എന്താണ്, റോ എന്നുള്ളത് റോ 1 ഈക്വൽ ടു റോ 2 എന്ന് നമുക്കറിയാം എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, ഇൻകംപ്രസിബിൾ ലിക്വിഡിൻ്റെ കേസിൽ എന്താണ്, അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഈ ഒരു ടേം, ഈ രണ്ട് ടേം ഇപ്പോൾ റോ 1 ഇവിടെ എന്താ, ഈ റോ 1 പ്ലസ് റോ ജി മൈനസ് റോ 2 ബൈ റോ ജി ഇല്ലേ. അപ്പോൾ ഈ ടേമും എന്ത് ചെയ്യും, ക്യാൻസൽ ആവും, കാരണം റോ 1 ഈക്വൽ ടു റോ 2. പിന്നെ നമുക്കുള്ളത് Z1 മൈനസ് Z2 ആണ്. ഓക്കെ, ഈ Z1 മൈനസ് Z2 ആണ് എച്ച് ഡിഫറൻറ്റ് ഹെഡാണ്, ഡിഫറൻഷ്യൽ ഹെഡാണ്. അപ്പോൾ ഈ Z എന്നുള്ളത് എല്ലാവർക്കും Z എന്നാണ് പ്രഷർ ഹെഡാണ്. പ്രഷർ ഹെഡ് അതിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള H1 H2. അപ്പോൾ നമുക്കറിയാം Z1 മൈനസ് Z2 എന്നുള്ളത് ഒരു ഹൈറ്റ് ബേസ് പ്രഷർ ഹെഡാണ്, എച്ച് എന്ന് പറയും, ഡിഫറൻഷ്യൽ ഹെഡാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷന് നമുക്ക് V2 എങ്ങനെ കണ്ടുപിടിക്കുക, V2 സ്ക്വയർ നമുക്ക് കിട്ടുന്നത്, V2 സ്ക്വയർ എങ്ങനെ കിട്ടുക, 2G അങ്ങോട്ട് പോകും കേട്ടോ, അല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തോ. അപ്പോൾ നമുക്കറിയാം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2GH അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, V2 സ്ക്വയർ എന്തായിരിക്കും, 2GH
പ്ലസ് V1 അല്ലേ. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, V2 √2GH/V1². അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം A0 എന്നുള്ളതാണ് എന്താ, ഏരിയ ഓഫ് ദ ഒറിഫേസ്. ഒറിഫേസിൻ്റെ ഏരിയ ആണ് A0. ഇവിടുത്തെ ഏരിയ A1ഉം ഒറിഫേസിൻ്റെത് A0ഉം ഇത് A2 ആണ് എഴുതുക. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് A2 ബൈ, അതായത് ഈ പൈപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ലേ. ഇവിടുത്തെ ഏരിയ A1ഉം ഇവിടെയുള്ള ഈ ഒരു ഒറിഫേസിൻ്റെ ഏരിയയാണ് A0, ഇവിടുത്തെ ഏരിയ A2 ആണ്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് A2 ഡിവൈഡഡ് ബൈ A0 ആണ്. പിന്നെ നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ബെർണൂലിസ് ഇക്വേഷൻ്റെയും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെയും പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബെർണൂലിസ് ഇക്വേഷനും കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ A1 V1 = A2 V2 നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ V1 എന്തായിരിക്കും, ഇതിൽ നിന്ന് V1 എടുക്കുമ്പോൾ V1 = നമുക്ക് കിട്ടുന്നത് A2 V2 ബൈ A1 ആണ് ഇല്ലേ. ഇതിൽ നിന്ന് A2 എന്താ നമുക്ക് എഴുതാൻ പറ്റും, A2 = A0. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് A2 എന്ത് കൊടുക്കാം, ഇത് നമുക്ക് A2 = CC A0 എന്ന് കൊടുക്കുക. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. A2ൻ്റെ അവിടെ ഇത് അപ്ലൈ ചെയ്യുക, A0 × CC. അപ്പോൾ A2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, A2 = A0 × C അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ V1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ V2 എന്ന് പറയുന്നത് എന്താണ്, V2 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, V1ൻ്റെ അവിടെ ഈ വാല്യൂ കൊടുക്കുക. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ V1² അപ്പോൾ V1ൻ്റെ അവിടെ നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കുക, 2GH + V1². ഓക്കെ, അപ്പോൾ നമുക്ക് V2 ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ V2 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർമുല ആയിരിക്കും കിട്ടുന്നത്. അതായത് √2GH വെച്ചിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പോൾ V2 = ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ Q എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം Q എന്താണ്, എത്രത്തോളം ഇതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നതല്ലേ. Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് എത്രയാണ്, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ സെക്കൻഡ് വെലോസിറ്റി ആണ് A2, ഏരിയ ആണെന്ത് A2, സെക്കൻഡ് വെലോസിറ്റി V2, ഇതാണ് എന്ത് പറയുന്നത് ഡിസ്ചാർജ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ചാർജ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ A2 × V2 എന്ന് പറയും ഇല്ലേ. അപ്പോൾ A2 എന്താണ്, A2 എന്ന് പറയുമ്പോൾ A0 × CC. അപ്പോൾ A0 × CC ഇവിടെ നമ്മൾ കൊടുക്കുക. A2 എന്ന് പറയുമ്പോൾ A0 × CC കൊടുക്കുക. ഈ വീട് അവിടെ എന്ത് ചെയ്യുക, ഈ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കിത് കിട്ടും. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെങ്കിലും പഠിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ വെഞ്ചുരി മീറ്ററിനെ അപേക്ഷിച്ച് സ്മോളറാണിത്. അപ്പോൾ CD എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, CD കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. Q എന്നുള്ളത് ഡിസ്ചാർജ് ആണ്. ഓക്കെ, Q എന്നുള്ളത് ഈ സെക്കൻഡ് ഈ പൈപ്പിലൂടെ വരുന്ന ഡിസ്ചാർജ്. Q എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ്, CD കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഈ A0 എന്നുള്ളത് വേന കോൺട്രാക്റ്റഡ് ഏരിയ, A1 എന്നുള്ളത് ആദ്യത്തെ ഏരിയ, A2 എന്നുള്ളത് ഈ സെക്കൻഡ് ഏരിയ. ഓക്കെ, പിന്നെ 2GH. ഇത്രയാണ് ഇതിൽ വന്നത്. അപ്പോൾ A1ഉം A2 ഒക്കെ എല്ലാവർക്കും കറക്റ്റായിട്ടെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒറിഫേസ് വെച്ച് ഇവിടുത്തതാണ് A0, ഇത് A2, അത് കഴിഞ്ഞിട്ട് വരുന്ന വാട്ടറാണ് A2, ഇങ്ങോട്ട് വരുന്ന വാട്ടറാണിത് A1. ഓക്കെ, ഇനി അതിന് ടൈപ്സ് ഓഫ് ഒറിഫേസ് മീറ്റർ. അതെന്ന് വെച്ചാൽ കോൺസെൻട്രിക്, പേര് പോലത്തെ കോൺസെൻട്രിക് എന്ന് വെച്ചാൽ ഈ സെൻട്രലിൽ ഹോള് വരുന്നത്.
പിന്നെ എൻസെൻട്രിക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഈ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ മോഡൽ എന്താണ്, ഇതിൻ്റെ ഹോൾ സെൻറ്ററാണ്, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സെൻറ്ററായിട്ട് വരുന്നത്. പിന്നെ സെഗ്മെൻറ്റിൽ ഒറിഫൈസ്, എവിടെയെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ്, അതായത് സാധാരണ എന്ന് വെച്ചാൽ സർക്കിളാണ്, സർക്കിളിൻ്റെ ഓരോ പാർട്ട് വെച്ചിട്ട് അതിൻ്റെ പർട്ടിക്കുലർ ഭാഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ക്വാഡ്രൻ്റ് എഡ്ജ് ഒറിഫൈസ്, അതും ഒരു ടൈപ്പ് എന്താണ്, കോൺസെൻട്രിക് ഒറിഫൈസ് തന്നെയാണ്. അത് ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി, അത്ര ഡീപ്പായിട്ട് ചോദിക്കില്ല. കോൺസെൻട്രിക് ഒറിഫൈസ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫിഗർ പഠിച്ചിരിക്കണം കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംപ്ലസ്റ്റ് ആണ്, അതുപോലെ ലീസ് എക്സ്പെൻസീവ് ആണ്. ഇത് മെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിക്കൽ, മോണലൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗുഡ് കൊറോസീവ് ആണ്, അക്യുറസി ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോൺസെൻട്രിക് ഒറിഫൈസ് പ്ലേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി എൻസെൻട്രിക് ഒറിഫൈസ് സ്പേസ് എന്ന് വെച്ചാൽ ഇതെന്താണ്, കോൺസെൻട്രിക് ഒറിഫൈസ് സ്പേസിന് സിമിലർ തന്നെയാണ്. ബട്ട് ഇതിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ എന്താ, ഓഫ് സെറ്റ് ഹോളാണ്, വിച്ച് ഈസ് ബോർഡ് ടാൻജൻറ്റൽ ടു ദ സർക്കിൾ. അതായത് എവിടെയെങ്കിലും ഇപ്പോൾ സെൻട്രലല്ലാതെ ഇതെന്താണ്, അതായത് ലൊക്കേഷൻ ഇത് ഓഫ് സെറ്റ് ഹോൾ, അതായത് എവിടെയെങ്കിലും ആ സെയിം ഇതിലല്ലാതെ എവിടെയെങ്കിലും ഹോൾ വരുന്നതാണിത്. ടാൻജൻറ്റൽ ടു ദ സർക്കിൾ ലൊക്കേഷൻ. ഇതെന്ന് വെച്ചാൽ ഒരു ഇത് പ്രിവെൻഷൻ, ഇത് മെയിൻ ജോബ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റ് അക്കുമുലേഷൻ സോളിഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ്ഫുൾ ഫോർ മെഷറിങ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സസ്പെൻഡ് സോളിഡ് പാർട്ടിക്കിൾസ്. ഈ സോളിഡ് പാർട്ടിക്കിൾ സസ്പെൻഡ് ആയിട്ടുള്ളതിൻ്റെ ആ ഒരു ഇതിൽ മെഷർമെൻറ്റിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേതിന് കോൺസെൻട്രിക്കിനെ അപേക്ഷിച്ച് ഒന്നും കൂടി അക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന കേസിലോ, അതുപോലെ തന്നെ സോളിഡ് ഫോറിൻ പാർട്ടിക്കിളിലോ ഇല്ല സമയത്താണ് ഈ എൻസെൻട്രിക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ എൻസെൻട്രിക് എന്ന് വെച്ചാൽ കോൺസെൻട്രിക്കിനെ അപേക്ഷിച്ച് ലെസ് അക്യുറേറ്റ് ആണ്. ഓക്കെ, മോറല്ല, ലെസ് അക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്യാസ്, ഇപ്പോൾ നമ്മൾ ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എൻസെൻട്രിക് ഒറിഫൈസ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് സെഗ്മെൻറ്റൽ ഒറിഫൈസ് പ്ലേറ്റ്. സോ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിം ടൈപ്പ് ഓഫ് ദ എൻസെൻട്രിക് ഒറിഫൈസ്. എൻസെൻട്രിക് ഒറിഫൈസ് പ്ലേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കോൺസെൻട്രിക് ഒറിഫൈസ് പ്ലേറ്റ് ആണെങ്കിലും എല്ലാം സെയിം ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതെന്ന് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിലെന്ന് വെച്ചാൽ നമുക്കറിയാം സെഗ്മെൻറ്റഡ് ആണ്, അതൊരു സെഗ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കും ഹോൾ ഉണ്ടാകുന്നത്. ഇത് സാധാരണ എന്ന് വെച്ചാൽ മോർ സോളിഡ് പാർട്ടിക്കിൾസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് ഈ സെഗ്മെൻറ്റൽ ഒറിഫൈസ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ചാൽ മോർ എക്സ്പെൻസീവ് ആണ്. എൻസെൻട്രിക്കിനെയും കോൺസെൻട്രിക്കിനെയും ബേസ് ചെയ്തിട്ട് ഇറ്റ്സ് മോർ എക്സ്പെൻസീവ്. നെക്സ്റ്റ് വരുന്നത് ക്വാഡ്രൻ്റ് എഡ്ജ് ഒറിഫൈസ് പ്ലേറ്റ്. ഈ 3 ഒറിഫൈസ് പ്ലേറ്റ്, അതായത് കോൺസെൻട്രിക്കും എൻസെൻട്രിക്കും സെഗ്മെൻറ്റിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്വാഡ്രൻ്റ് എഡ്ജ് ഒറിഫൈസ് പ്ലേറ്റ്. സോ ഇതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രൂഡ്സ്, സ്ലറീസ്, അങ്ങനെ വിസ്കസ് ഫ്ലോസ്, ഇതിങ്ങനെയെന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസ് ഫ്ലൂയിഡിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ നമുക്കറിയാം ക്വാർട്ടർ സർക്കിളാണുള്ളത്. അതെന്ന് വെച്ചാൽ ഇതിന് ഡയമീറ്റർ കുറക്കാൻ വേണ്ടി, ഡയമീറ്റർ കുറക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഫിൽറ്ററിങ് പോസിബിളാണ്. അപ്പോൾ ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമുക്കറിയാം, 2 കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹോൾ ഒന്നും കൂടി എന്തായും ഒരു സ്മോൾ ആവും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോവർ കോസ്റ്റ്, ഈസി ടു ഇൻസ്റ്റാൾ, സ്മോളർ ഫിസിക്കൽ സൈസ്, ഫ്ലെക്സിബിലിറ്റി ആണ്. പൈപ്പ് ഡയമീറ്ററിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ പ്രഷർ ലോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ലാർജ് പവർ കൺസപ്ഷനാണ്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു.